24 hours later. CUET വന്ന് CUET ഒന്ന് തുറന്നു നോക്കി. ഞാനിപ്പോ സെർച്ച് ചെയ്തതാ. പോടാ ചുമ്മാ. CUET ഇത്ര നേരമായിട്ട് 6-ാം തീയതി എന്ന് പറഞ്ഞിട്ട് അവര് കുറെ നാളായി മനുഷ്യനെ പറ്റി. CUET വന്നു ഗൈസ്. അങ്ങനെ അവസാനം CUET അവരുടെ പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ഇൻഫോർമേഷൻസ് ഉള്ള ഒരു പോർട്ടൽ തന്നെയാണ് ഈ കാണാൻ പറ്റുന്നത്. അതായത് മൊത്തം ഒരു വൻ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇവർ. ഒരുപാട് മിനിസ്ട്രിയുടെയും അതുപോലെ UGCയുടെയും ഒക്കെ ഇമേജസും ഇൻഫോർമേഷനായിട്ട് ഇത് ഹോമാണ്. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്ന് പറയുമ്പോൾ 109 പേജ് വരുന്ന ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിനാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 109 പേജിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് വിശദമായി നമുക്ക് വീഡിയോസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം കാണുന്നത് യൂണിവേഴ്സിറ്റീസിൻ്റെ പേരുകളാണ്. ഈ യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ CUETയുടെ പാർട്ടാണ്. പോരാത്തതിന് സന്തോഷം എന്ന് വെച്ചാൽ ഇത്രയും സന്തോഷം ഈ അടുത്തൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ കുറേ ദിവസം നമ്മളെ 2-ാം തീയതി പറ്റിച്ച്, നമ്മളെ 6-ാം തീയതി ടെക്നിക്കലി പറ്റിച്ച്, 7-ാം തീയതി പുലർച്ചെ, അതായത് ഈ ഒരു 12 മണിക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും ആദ്യം ഒരു പക്ഷേ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് Prepwise ആയിരിക്കും. അതുകൊണ്ട് ചാനൽ ഇതുപോലത്തെ വീഡിയോസ്, ഇനി ഇതുപോലത്തെ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ കിട്ടാനായിട്ട് ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക. അടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. ഫുൾ ഡീറ്റെയിൽസ്, ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ്, റിപ്ലിക്ക ഓഫ് CUET UG 2022, ഇഷ്ടം പോലെ ഡീറ്റെയിൽസ് ഉണ്ട്. 109 പേജുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഇതിൻ്റെ ഒക്കെ സെപ്പറേറ്റ് വീഡിയോസ് ടീം Prepwise പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഞാൻ തന്നെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇതെല്ലാം തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു കാര്യം, സിലബസ് ആണ്. ഓരോ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റിൻ്റെയും സിലബസ് അവർ കൊടുത്തിട്ടുണ്ട് PDF ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ 27 പറഞ്ഞിട്ടുണ്ട്. 27ൻ്റെയും സിലബസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക്. അപ്പോൾ ഇതും നിങ്ങൾക്ക് കാണാം. ഇനി പോരാത്തതിന് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഇതാ ഇവിടെ 4, 5, 6, 7, 8, 9, 10 ഓൾമോസ്റ്റ് 43 യൂണിവേഴ്സിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 43ൽ കഴിയുന്നില്ല. മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് വരുമ്പോൾ 10ഓളം മറ്റ് യൂണിവേഴ്സിറ്റികൾ, അതായത് ടോട്ടൽ 53ഓളം യൂണിവേഴ്സിറ്റീസ് ഓൾറെഡി ഇത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞു CUET. അപ്പോൾ ഇത്രയും യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ അവരുടെ സ്റ്റുഡൻസിനെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്ക് എടുക്കുന്നത് ഈ ഒരൊറ്റ എക്സാം വഴിയായിരിക്കും എന്നുള്ളത് ഇനി ആർക്കും സംശയം വേണ്ട. കാരണം ഈ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് കാണാം, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സംശയത്തിലുള്ള കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. ഞാൻ ഓരോന്ന് എണ്ണി പറയാം. JNU എത്തി. പിന്നെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി, അത് ഇതുവരെ ഇതിനെപ്പറ്റി കാര്യമായ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒന്നും കിട്ടിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദും CUETയുടെ പാർട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഇവർ കൃത്യമായി ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കാണുക മാത്രമല്ല, ഇവരുടെയൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ടിട്ടാണ്, ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കും എത്ര ടൈം എടുത്തത് ഈ CUET-samarth.ac.in ഈ ഒരു സൈറ്റ് വരാൻ വേണ്ടി, ഇത് ഓൺലൈൻ ആവാൻ വേണ്ടി ഇത്ര ടൈം എടുത്ത് ഇത്രയും ഡാറ്റയൊക്കെ അതിൽ ഉൾക്കൊണ്ടത് കൊണ്ടായിരിക്കാം. എന്താണെങ്കിലും നമ്മൾ കാത്തിരുന്ന കാര്യം, നമ്മൾ കാത്തിരുന്ന് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന് വന്ന എക്സാമാണ് CUET. അപ്പോൾ ഇനി ആരും പേടിക്കേണ്ട മക്കളെ, എല്ലാവിധ കാര്യങ്ങളും ഈ ഒരു സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് കൂടുകയാണ് സാധ്യത. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക, അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് അപ്ലൈ ചെയ്യേണ്ട. Prepwise ഒരു ലൈവ് ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടാവും വൈകാതെ തന്നെ. ഈ നോട്ടിഫിക്കേഷൻ വന്ന് വിത്തിൻ അവേഴ്സ് ഞങ്ങളത് ചെയ്യും. അപ്പോൾ അത് നോക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യുക. ഞാൻ പറയുന്നത് ആദ്യം ഈ നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനൊക്കെ കൃത്യമായി വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക. സോ ഈ ആപ്ലിക്കേഷൻ ഗൈഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇവിടെ അവരാവശ്യപ്പെടുന്ന ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ്, ഏതൊക്കെ സ്പെസിഫിക്കേഷൻസിലുള്ള ഡീറ്റെയിൽസ് ആണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇതിലൊക്കെ പറയുന്നത്. അപ്പം അത് നോക്കി വെക്കുക, അതനുസരിച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഇതിൽ OTPയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. OTP വരും, ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ മൊബൈൽ നമ്പർ വേണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസും അത്യാവശ്യം ലെങ്തി പ്രോസസ്സാണ്. ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് മുറിച്ച് കൃത്യതയോടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. സോ അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ആപ്ലിക്കേഷനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. എല്ലാ ഒരു ഡൗട്ട്സും ബാക്കി നിൽക്കാത്ത രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ലൈവ് ആപ്ലിക്കേഷൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുമ്പോൾ FAQs, ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. നിങ്ങൾക്ക് സാധാരണയായി തോന്നുന്ന ഏതൊരു ചോദ്യത്തിനും ഈ ഒരു ഉത്തരങ്ങൾ നിങ്ങൾക്ക് കാണാം. ആരൊക്കെ ചോദിക്കുന്നു, എന്തൊക്കെ ചോദിക്കുന്നത്, ഹൗ വിൽ ഐ പ്രിപ്പയർ ഫോർ ബോത്ത് CUET ആൻഡ് ദ ബോർഡ് എക്സാമിനേഷൻസ്, വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം അവർ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, ഈ ചോദ്യങ്ങളെക്കാൾ ഈ ചോദ്യങ്ങൾക്കുള്ളതിനേക്കാൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എപ്പോഴും എളുപ്പം ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിനോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. അവർ ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് തന്നെ വളരെ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഏതൊരു സംശയം തോന്നിയാലും ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ
സഹായം തേടാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ചെല്ലുക, ചാറ്റ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു NTA പറ്റി CUET പറ്റി ഏതൊരു സംശയങ്ങളുണ്ടോ ചോദിച്ചോളൂ. ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാൻ അവർ സജ്ജരാണ്. സോ ഇനി വരികയാണെങ്കിൽ ബാക്കി കോൺടാക്റ്റസ് ആണ്. അപ്പോൾ ഈ കോൺടാക്റ്റസ് എന്ന് പറയുന്നതിൽ ഹെൽപ്പ് ഡെസ്ക് അവർ പറയുന്നത് വളരെ ഒരൊറ്റ നമ്പറാണ് അവർ NTA സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതും മിക്കവാറും അവൈലബിൾ ആണുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. അതേ സ്ഥാനത്ത് പേയ്മെൻറ്റ് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ്, അതൊക്കെ ബാങ്ക്സിൻ്റെ നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഈ നമ്പേഴ്സ് വഴി സുഖമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാവുന്നതാണ്. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവേണ്ടതുമില്ല. ഇനി മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് അവിടെ സൈൻ ഇൻ രജിസ്റ്റർ. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടായിരിക്കണം ഓബ്വിയസ്ലി നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ CUET ഇങ്ങോട്ട് വന്നതിൻ്റെ സന്തോഷം കാരണം അങ്ങോട്ട്, അതായത് നമ്മൾ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ഒരു എക്സാമാണ്. ഒരു പിടിയും തരാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് ഇന്ന് 6-ാം തീയതി വരുമെന്ന് പറഞ്ഞിട്ട്, ഇതിപ്പോൾ April 1 കുഴപ്പമില്ല, April ഫൂളാന്ന് വിചാരിക്കാം. പക്ഷേ ഇത് 6-ാം തീയതി വരുമെന്ന് പറഞ്ഞിട്ട് ഇവർ 7 രാവിലെ 12 മണിക്കാണ് ഇവർ ഈ പോർട്ടൽ ഓപ്പൺ ആക്കുന്നത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി. അപ്പം മക്കൾ ആരും പേടിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സൈറ്റിലുണ്ട്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് എന്നാലും ബുദ്ധിമുട്ടുകൾ തോന്നാവുന്ന ഏരിയാസ് എല്ലാം തന്നെ, ബുദ്ധിമുട്ട് തോന്നുന്ന ഏരിയാസ് മാത്രമല്ല ഏതൊരു ഏരിയാസും ഞാൻ വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. സോ അത് കിട്ടുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അറിയാം, നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് അറിയിക്കാനുണ്ട്. ഞങ്ങളുടെ ചാനൽ അവസാനം 6K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ, അതായത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണം തന്നെയാണ് 6K ആയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ചാനൽ ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ, ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ, ഇത്രയും കൃത്യതയോടെയുള്ള ന്യൂസുകൾ എത്തിച്ചേരുന്നതിന് 6K മാത്രം എത്തിയാൽ മതിയോ? നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിലും ഉയരത്തിലേക്ക്, ഇതിലും ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതിലെ ഓരോരോ ഏരിയാസും, അത് ഇൻഫർമേഷൻ ബുള്ളറ്റിനായിക്കോട്ടെ, ഇൻഫർമേഷൻ ബുള്ളറ്റിലെ ഓരോ സെക്ഷൻ ആയിക്കോട്ടെ, സിലബസ് ആയിക്കോട്ടെ, അതിനകത്ത് വരുന്ന ഓരോ സബ്ജക്ട്സും, യൂണിവേഴ്സിറ്റീസിലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റീസും, നിങ്ങൾക്കറിയാം ഒരുപാട് യൂണിവേഴ്സിറ്റീസിൻ്റെ ഓൾറെഡി ഞങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് ഓരോന്നെടുത്തിട്ടും ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പോരാത്തതിന് ആപ്ലിക്കേഷൻ ഗൈഡ്, ഞാൻ പറഞ്ഞു ലൈവ് ആപ്ലിക്കേഷൻ വിത്തിൻ അവേഴ്സ്, ഈ വീഡിയോ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ലൈവ് ആപ്ലിക്കേഷൻ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് തരുന്നതായിരിക്കും. പിന്നെ FAQs, ഏതൊക്കെയാണ് ക്വയറീസ്, ആ ക്വയറീസ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ കോൺടാക്റ്റേഴ്സ് പറഞ്ഞു, അതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുന്നതിൽ പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം Prepwiseൻ്റെ ഹെൽപ്പ് ഡെസ്ക് 24/7 അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഇതാണ് സൈറ്റ് CUET.samarth.ac.in. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇതിൽ ഏതൊരു സംശയം തോന്നിയാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിനോട് ചോദിക്കാം. മാത്രമല്ല ഞങ്ങളുടെ വീഡിയോസ് ഓൺ ദ വേ ആണ്, അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളിപ്പോൾ ബോർഡ് എക്സാംസിന് പഠിച്ചോളൂ, പക്ഷേ ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. സോ നിങ്ങളുടെ കൗണ്ട് ഡൗൺ, അതായത് 30 ദിവസമാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ടൈം. അതുകൊണ്ട് 30 ദിവസത്തിൻ്റെ കൗണ്ട് ഡൗൺ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലൊരു ലാഗ് വരുത്തണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. സോ അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഈ വിവരം നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ന്യൂസുകൾ നിങ്ങളിലേക്ക് ഇനിയും CUET പറ്റിയുള്ളത് എത്തിക്കൊണ്ടേയിരിക്കും. സോ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മറ്റ് ഇതുപോലത്തെ CUET പറ്റിയുള്ള വളരെ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ്, ഈ ഓരോരോ കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞു ഓൺ ദ വേ ആണ്. സോ അതുമായിട്ട് വൈകാതെ ഞാൻ വരും. വൈകാതെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഞാൻ വരും. സോ അതുവരേക്കും പീസ് ഔട്ട്.